എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇലയിൽ ചുട്ടെടുത്ത ഇടിയപ്പത്തിൻ്റെയും മുട്ടക്കറിയുടെയും റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 കിലോ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് വെട്ടിത്തിളച്ച ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂടായതുകൊണ്ട് മിക്സ് ചെയ്യാൻ സ്പൂൺ എടുക്കുകയാണ്. കുഴയ്ക്കുന്നതിനനുസരിച്ച് വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇനിയും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ കുഴച്ച് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് കണക്ക് ആക്കിയെടുക്കണം. ഇനി ഇത് ഇലയിൽ പരത്തിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ഒരല്പം മാവ് ഇലയിൽ ഇങ്ങനെ പരത്തി വെക്കുകയാണ് ചെയ്യുന്നത്. മാവ് പെട്ടെന്ന് ഒന്ന് പരന്ന് വരാനായിട്ട് കയ്യിൽ ഒരല്പം വെള്ളം തടവി കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാവ് പെട്ടെന്ന് പരത്തിയെടുക്കാം. കുറച്ച് ഇടിയപ്പം പഞ്ചസാര ഇട്ടും കൂടി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തേങ്ങയ്ക്കകത്ത് പഞ്ചസാര മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇടിയപ്പം പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇടിയപ്പം ഇതുപോലെ പിഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ആവിയിലേക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനി അടുത്തതായിട്ട് മുട്ടക്കറിയുടെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് 3 മീഡിയം സൈസ് സവാള, 1 തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും 6-7 വെളുത്തുള്ളിയും കൂടെ നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ ഗ്യാസിലേക്ക് വെക്കുകയാണ്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിക്കുകയാണ്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള ഒരല്പം ബ്രൗൺ കളറായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഈ മുട്ടയും മസാലയും എല്ലാം ഒരുമിച്ച് കിടന്നൊന്ന് വേകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂടി വെച്ച് വേവിച്ചാൽ മതിയേ. ഇപ്പോൾ ഏതാണ്ട് നല്ലതായിട്ട് എല്ലാം നന്നായിട്ട് വാടിക്കിട്ടിയിട്ടുണ്ട് പച്ചക്കറിയെല്ലാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് കുറുകിയ തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ചെറു തീയിലൊന്ന് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ടാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇലയിൽ ഇടിയപ്പം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഇലയിൽ ഉണ്ടാക്കിയ ഇടിയപ്പത്തിന്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.